സുഹൃത്തുക്കളെ, എല്ലാവരും വേദിയിൽ കടന്നിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അടുത്ത സെക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. അടുത്ത സെക്ഷൻ തുടങ്ങുന്നത് റീബട്ടലുകളോട് കൂടിയാണ്. ആദ്യം റീബട്ടലിന് സമയം കെ എസ് ജോസഫാണ് അവതരിപ്പിക്കുന്നത്. സമയപരിധി 15 മിനിറ്റാണ്. അതിനുശേഷം എം അക്ബർ റീബട്ടൽ ചെയ്യുന്നതാണ്. അതിനു മുമ്പായി ചോദ്യോത്തര വേളയിലുള്ള ചില സംഗതികൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ചോദ്യം ചോദിക്കാവുന്നതാണ്. മൈക്കിൽ കോഡ്ലെസ്സിൽ വളണ്ടിയർമാർ തന്നെ തരുന്നതാണ്. ചോദ്യം വളരെ ലഘുവായതും മനസ്സിലാവുന്ന തരത്തിലുമായിരിക്കണം. ചോദ്യങ്ങൾ പ്രസംഗങ്ങൾ ആവരുത്. ചോദ്യങ്ങൾ ഇന്നത്തെ സബ്ജക്റ്റിന്റെ പരിധിയിൽ വരുന്നതാകണം. ഔട്ട് ഓഫ് സബ്ജക്റ്റ് ആകാതിരിക്കാൻ ശ്രമിക്കണം. ചോദ്യകർത്താക്കൾ അവരുടെ പേരും ജോലിയും സ്ഥലവും പറയേണ്ടതാണ്. സ്ത്രീകൾക്കും അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് തന്നെ ചോദിക്കാവുന്നതാണ്. ചോദ്യങ്ങൾ മലയാളത്തിൽ തന്നെ ആകുന്നതാണ് ഉത്തമം. ഇംഗ്ലീഷിലായാലും എന്റർടൈൻ ചെയ്യുന്നതാണ്. ചോദ്യകർത്താക്കൾ ഏത് പണ്ഡിതനാണ് ചോദിക്കുന്നതെന്നും വ്യക്തമാക്കണം. ചോദ്യങ്ങളുടെ വിഷയത്തിൽ ചോദിക്കപ്പെട്ട പണ്ഡിതന് ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിയുമെങ്കിൽ മറ്റേ പണ്ഡിതന് ഉത്തരം പറയാവുന്നതാണ്. ഉത്തരങ്ങളും അധികം ദീർഘിപ്പിക്കാതെ കാര്യം ഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം. സംസാരവേളയിലോ ചോദ്യോത്തര വേളയിലോ ആരും തന്നെ കൈയടിക്കാൻ പാടില്ല. എല്ലാവരും മാന്യത പുലർത്തണം. ഇതൊരു സ്നേഹസംവാദമാണ്. അടുത്ത സെക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. റീബട്ടലിന്റെ സമയം 15 മിനിറ്റാണ്. കെ എസ് ജോസഫിനെ ആദ്യമായി ക്ഷണിച്ചോളും. സഹോദരീ സഹോദരന്മാരെ, വളരെ ക്ഷമയോടെ ഞങ്ങളുടെ ഈ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ സ്നേഹിതൻ എം അക്ബർ വളരെ പണ്ഡിതനും വാഗ്മിയും മനോഹരമായി വാചാലമായി വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ പ്രഗത്ഭമതിയുമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അവതരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം ഓർമ്മയിൽ നിന്ന് വളരെ തന്മയത്വമായി പ്രസ്താവിച്ച അദ്ദേഹത്തെ ഞാൻ ഈ വിഷയത്തിൽ അഭിനന്ദിക്കുന്നു. നാം വളരെ പ്രാധാന്യമേറിയ ഒരു ചർച്ചയുടെ മുൻപിലാണ്. ആ ചർച്ച മോക്ഷം എന്നുള്ളതാണ്. എല്ലാ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും മതഗ്രന്ഥങ്ങളിലും മോക്ഷത്തെക്കുറിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് മോക്ഷം? ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഒടുവിൽ എത്തുന്ന ഒരു സ്വർഗീയ അനുഭവം മാത്രമാണോ മോക്ഷം? എന്നാൽ യേശുക്രിസ്തു ഇപ്രകാരമാണ് യഹൂദന്മാരുടെ റബിയായിരുന്ന വ്യക്തിയോട് അരുളി ചെയ്തത്: ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതിയതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. വൃദ്ധനായ ആ മനുഷ്യന് വളരെ അത്ഭുതം തോന്നി. ഇതെന്തൊരു കാര്യമാണ്? പുതുതായി ജനിക്കുന്നു. മനുഷ്യൻ വൃദ്ധനായ ശേഷം അമ്മയുടെ ഗർഭത്തിൽ കടന്ന് രണ്ടാമതും ജനിക്കാമോ? അപ്പോൾ യേശുക്രിസ്തു അരുളി ചെയ്തു: കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല എന്നുള്ളതുപോലെ ആണ് ആത്മാവിനാൽ ഒരു വ്യക്തി രൂപാന്തരം സംഭവിക്കുന്നത്. പുതിയ ജനനം, റീബർത്ത്, ബോൺ അഗെയിൻ എന്നെല്ലാം യേശുക്രിസ്തു അരുളി ചെയ്തതായ ആ വചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു വലിയ പ്രക്രിയയാണ്. ഒന്നാമതായി മോക്ഷത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, പാപിയായ മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ ദൈവിക സ്പർശനമുണ്ടായി
അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും തന്റെ ഹൃദയത്തെ ഒന്നാമതായി ദൈവത്തിന്റെ ഹിതത്തിനായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ റീബർത്തിന്റെ, വീണ്ടും ജനനത്തിന്റെ സ്വർഗീയ അനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധ്യമല്ല എന്നാണ് യേശുക്രിസ്തു പറയുന്നത്, അവിടുന്ന് അരുളി ചെയ്തത്. കാരണം ഉള്ളിൽ നടക്കുന്ന ക്രിയ, ഒരു കാറ്റ് അടിക്കുമ്പോൾ അതെങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് വരുന്നു, എവിടുന്ന് പുറപ്പെട്ടു എന്നുള്ളത് അറിയാതിരിക്കുന്നില്ല. എന്നാൽ ആ കാറ്റ് അടിക്കുന്നത് അറിയുന്നു. എങ്ങനെ അറിയുന്നു? ഇലകൾ അനങ്ങുമ്പോൾ അറിയുന്നു, മരം വീഴുമ്പോൾ അറിയുന്നു, കാറ്റിന്റെ പ്രവർത്തനത്തിന്റെ ഫലം അറിയുന്നു. എന്നാൽ അത് എങ്ങനെ നടക്കുന്നു എന്നറിയുന്നില്ല. എന്നുള്ളതുപോലെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആന്തരിക രൂപാന്തരം അവന്റെ പ്രവർത്തനങ്ങളിൽ വെളിപ്പെടുകയാണ്. ഇതാണ് യേശുക്രിസ്തു പ്രധാനമായിട്ട് അരുളി ചെയ്തത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ നല്ലവനായി ജീവിക്കുവാൻ സാധിക്കും, നല്ലവനായി ജീവിക്കുവാൻ സാധിക്കും, അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം? എന്റെ സ്നേഹിതൻ ഓർപ്പിച്ചതുപോലെ ഒരു ധനവാൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു, ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത് എന്ത് ചെയ്യണം? അവനോട് യേശുക്രിസ്തു അരുളി ചെയ്ത വചനങ്ങൾ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കൽപ്പനകൾ പ്രമാണിക്കുക, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുക, നല്ല ഗുരു എന്ന് അവൻ സംബോധന ചെയ്തപ്പോൾ യേശുക്രിസ്തു അവനോട് ചോദിച്ചു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? പ്രിയ സഹോദരൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത് എന്ന് കർത്താവ് പറഞ്ഞത് താൻ നല്ലവനല്ല എന്നുള്ള ആശയത്തിലല്ല. പിന്നെയോ, നീ എല്ലാവരെയും നല്ലവൻ 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 എന്ന് വിളിക്കുന്ന പ്രവണതയാണോ? ഞാൻ ആരാണ് എന്ന് യഥാർത്ഥമായി ഗ്രഹിച്ചിട്ടാണോ നല്ല ഗുരു എന്ന് എന്നെ വിളിക്കുന്നത് എന്ന ആശയത്തില. നല്ലവൻ ഒരുവനേ ഉള്ളൂ, ദൈവം തന്നെ. ആ സത്യം നീ ഗ്രഹിച്ചിട്ടാണോ വിളിക്കുന്നത് എന്നാണ് യേശുവിനോട് ചോദിച്ചത്. ദൈവത്തിന് ഒരു പങ്കുകാരനെ കൽപ്പിക്കുന്നത് ദൈവം ഏറ്റവും വെറുക്കുന്നതായ പാപമാണ്. ദൈവം ഒരുവനേ ഉള്ളൂ എന്നുള്ള സത്യം ഞാനത് ഓർപ്പിച്ചു, എന്റെ സ്നേഹിതനും അത് ഓർപ്പിച്ചതാണ്. അത് ശരി തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തു അരുളി ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. യോഹന്നാന്റെ സുവിശേഷത്തിൽ താൻ ഓർപ്പിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ്. ദൈവം ഒരുവനേ ഉള്ളൂ. ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശുക്രിസ്തു പ്രഖ്യാപിച്ചു. അതാണ് ആ വിലയേറിയ സത്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം എന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷയ്ക്ക് വിവിധ അനുഭവങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 അനുഭവങ്ങളുണ്ട്. മോക്ഷത്തിന് 3 അനുഭവങ്ങളുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഈശ്വര സ്വാമീപ്യം അനുഭവിച്ച് ജീവിപ്പാൻ ഒരു വ്യക്തി കഴിയും. അതാണ് യേശുക്രിസ്തു അരുളി ചെയ്ത്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് തന്റെ ശിഷ്യന്മാരോട്, തന്നിൽ വിശ്വസിക്കുന്നവരോട് അരുളി ചെയ്തു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ അടുക്കൽ ഞാൻ വരും, ഞാൻ അവനിൽ വാസം ചെയ്യും എന്ന് യേശുക്രിസ്തു അരുളി ചെയ്തു. ഞാൻ അവന്റെ അടുക്കൽ വന്നവനോടുകൂടെ വാസം ചെയ്യും. അതെന്തൊരു ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന വസ്തുതയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ രക്ഷയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവന് സമാധാനം, പാപത്തിന്റെ മോചനം, അവന്റെ ഹൃദയത്തിന് സന്തോഷം, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ദൈവീക സാമീപ്യം, അവന്റെ രോഗത്തിന് സൗഖ്യം, ഈ അനുഭവങ്ങളെല്ലാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവ സാമീപ്യത്തിൽ കൂടെ അവന് ലഭിക്കുന്ന ഭാഗ്യകരമായ അനുഭവം. അതാണ് ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് യേശു അരുളി ചെയ്യുവാൻ കാരണം. രണ്ടാമത്തെ രക്ഷ, പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഓരോ ദിവസവും
തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ വിജയം കൊടുക്കുന്നു. പാപത്തിൽ വീഴിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ എതിരിയ ശക്തിയായ ഇബിലീസിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവ സാന്നിധ്യത്തിൽ അവനെ ഓരോ ദിവസവും അവന്റെ ഉള്ളിൽ വാസം ചെയ്ത് ഇബിലീസിന്റെ പരിശോധനയിൽ നിന്നും അവനെ വിടുവിക്കുന്നു. രക്ഷയുടെ മൂന്നാമത്തെ അനുഭവം ശരീരത്തിന്റെ രക്ഷയാണ്. ശരീരത്തിന്റെ രക്ഷ. കൊലോസ്യ ലേഖനം ഇങ്ങനെ നാം വായിക്കുന്നു, യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരെ തന്റെ അത്ഭുതകരമായ രൂപാന്തര ശക്തിയാൽ ഒരു ദിവസം അവരുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി തേജസ്സേറിയ ശരീരത്തോടുകൂടെ, സ്വർഗീയ ശരീരത്തോടുകൂടെ, മഹത്വമേറിയ ശരീരത്തോടുകൂടെ, ക്ഷയമില്ലാത്ത ശരീരത്തോടുകൂടെ ആ മഹത്വമേറിയ അനുഭവത്തിൽ തന്റെ അടുക്കിലേക്ക്, സ്വർഗീയ പരദീസയിലേക്ക് അവരെ ചേർത്തുകൊള്ളും. പരദീസയിൽ ഭൗമികവും ക്ഷണികവും നശ്വരമായ ലോകസുഖങ്ങളല്ല, ആധ്യാത്മികവും സ്വർഗീയവുമായ വിവരിക്കുവാൻ പാടില്ലാത്ത സ്വർഗീയ അനുഭവങ്ങളാണ് തന്റെ ഭക്തന്മാർക്ക് വെച്ചിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ ഭാഗ്യം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു. ഇനി ഒരിക്കൽ നാം അവനെ കാണുമ്പോൾ അവനോട് സദൃശ്യന്മാരായി തീരും. നാം രൂപാന്തരപ്പെടും. ക്രിസ്തുവിന്റെ ശരീരത്തോട് സാദൃശ്യമുള്ള സ്വർഗീയ ശരീരം പ്രാപിക്കും എന്നാണ് വിശുദ്ധ ബൈബിൾ നൽകിയിരിക്കുന്ന സ്വർഗീയമായ പ്രത്യാശ. ഇതാണ് രക്ഷയുടെ മൂന്നാമത്തെ അനുഭവം. അപ്പോൾ രക്ഷയെന്ന് പറയുമ്പോൾ ഈ മൂന്ന് അനുഭവങ്ങളും ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ ഒരിക്കലുണ്ടാകുന്ന രൂപാന്തരം, രണ്ടാമത് ദിനംതോറും അവന്റെ ജീവിതത്തിൽ ഇബിലീസിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും, ജീവിതത്തിന്റെ വീണുപോകുന്ന പാപം ചെയ്യുന്ന അനുഭവങ്ങളിൽ നിന്നും അവനെ ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും അവന്റെ ഭാരങ്ങൾ ചുമക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. മൂന്നാമത്തെ അനുഭവം സ്വർഗീയമായ അനുഭവം. വിശുദ്ധ ബൈബിൾ പറയുന്നു, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ആ കാഹളം ധ്വനിക്കുന്നതിനും മശിഹായുടെ വരവിനും അനേക അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാവ്യാധികൾ, ഇതെല്ലാം ലോകത്തിൽ സംഭവിക്കുമ്പോൾ മശിഹ പ്രത്യക്ഷമായി തന്റെ വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ ചേർക്കും. ഇതാണ് വിശുദ്ധ ബൈബിളിന്റെ സ്വർഗീയമായ പ്രത്യാശ. ഈ രക്ഷയുടെ മൂന്ന് അനുഭവങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ശാശ്വതമായ പ്രത്യാശ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി എം അക്ബറിനെ റീബട്ടൽ സെക്ഷനിലേക്ക് ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ്ക ബിൽ ബാത്തിൽ